സാക്ഷി. രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ ചേർന്നപ്പോൾ വന്ന് ഞങ്ങളെ കൊണ്ടുപോയിക്കോളാം, ഞങ്ങളെ കാണാൻ വരുമായിരുന്നു. വന്ന് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, അമ്മയും കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ മാന്നാത്ത് കുരട്ടിയിൽ അമ്പലത്തിൻ്റെ അവിടെ വെച്ചായിരുന്നു. അമ്മ കണ്ട് വാടി, ഞങ്ങൾ ഇനിയും കൊണ്ടുപോയിക്കോളാം, കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം, വാ പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ അവിടെ വെച്ച് ചെരുപ്പ് ഊരി അച്ഛനെ അടിച്ച്. പിന്നെ അമ്മയുടെ നടപടിക്ക് ഒന്നും ശരിയല്ലാതെ അമ്മ ഇനി ഒരുത്തനെ സ്നേഹിച്ച്, മുസ്ലിമായിരുന്നു, അവരെ സ്നേഹിച്ച് കെട്ടി ഒരു 10-15 വർഷത്തോളം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെ കളഞ്ഞിട്ട് ഇനി ഒരുത്തൻ്റെ കൂടെ പോയായിരുന്നു. അയാളെയും കളഞ്ഞിട്ട് ഇനി ഒരുത്തൻ്റെ കൂടെ പോയി. പിന്നെ അയാളെയും കളഞ്ഞിട്ട് ഇപ്പം 4ാമത് ഒരുത്തൻ്റെ കൂടെ നിൽക്കുക പോയത്. ഞങ്ങൾ 3 പേരുമായിരുന്നു പോയത്. പോയപ്പോ പറഞ്ഞിട്ടുണ്ട്. പോയി ഞങ്ങൾ പോയപ്പോ ആണെങ്കിൽ കുഞ്ഞമ്മയായിരുന്നു വിളിച്ചത്. കുഞ്ഞമ്മ വിളിച്ചപ്പോ അവര് TV കണ്ടോണ്ടിരിക്കുക. എന്നാ അപ്പോഴത്തെ ഭർത്താവ് കിടക്കുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ചാടി വെളിയിലോട്ട് വന്നിട്ട് എന്താന്ന് ചോദിച്ചു. ഞങ്ങൾ ആരാ? അപ്പൊ ഞങ്ങളെ രണ്ടുപേരും കാണിച്ച് ഇവരാരാന്ന് അറിയാവോന്ന് ചോദിച്ചു. അറിയാന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് നീക്കി റോഡിലോട്ട് കൊണ്ടുവന്ന് അവിടെ വെച്ച് സംസാരിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ വേണം, ഞങ്ങളുടെ അമ്മയോട് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം കൂടിയപ്പോഴത്തേക്ക് ഇവള് പറയാ, നിങ്ങൾ ആരാ? നിങ്ങളെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ, എനിക്ക് 2 പിള്ളേരില്ല, ഞാൻ പെറ്റിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ അവരെ നാട്ടുകാരെ വയറെല്ലാം കാണിച്ചു. ഞാൻ പ്രായമായതിന് ശേഷമായിരുന്നു അയാളുടെ നടപടികൾ ഇച്ചിരി മോശമായി പോയത്. എന്നോടെയും നടപടികൾ മോശമായിരുന്നു എൻ്റെ അടുക്കലും. അത് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു. അമ്മ ഇതേപോലെ കാരണം അമ്മ പറഞ്ഞു, നീ ഒന്ന് കണ്ണടച്ചേരാൻ. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ നോക്കുവാണെങ്കിൽ ഒരു ദിവസം എന്നെ ചേച്ചിയായിരിക്കും നോക്കുന്നത്. ചിലപ്പോൾ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഈ എക്സാമൊക്കെ വരുമ്പം ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ചേച്ചിയുടെ ജോലി ചെയ്യുന്നിടത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ഞങ്ങൾ പോയാലും ഞങ്ങൾ സ്കൂളിൽ പോയി നിൽക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചേച്ചി മക്കളെയും കൊണ്ട് അവിടെ വന്നിരിക്കും. പിന്നെ സാറിനോടൊക്കെ പറഞ്ഞ് അന്നേരം ഉച്ച വരെ ഞങ്ങളോട് ഇരുത്തിയിട്ട് ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്ത് മക്കളെ നോക്കിയിരിക്കുമായിരുന്നു. എന്നാ പോലും നോക്കത്തില്ലായിരുന്നു. ഇവരെ കാണുന്നത് എന്തോ ഒരു മക്കളാന്ന് പറയാൻ കുറച്ചില്ലായിരുന്നു എൻ്റെ ചേച്ചിക്ക്. ആ ഭർത്താവ് പിന്നെ ഇവരുടെ അച്ഛൻ പിന്നെ വന്നിട്ടേ ഇല്ല. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. വന്ന് പിന്നെ മക്കളെ കാണുകയും പിന്നെ എൻ്റെ ചേച്ചിയെ കണ്ട് ഒന്നിച്ച് വിളിച്ചോണ്ട് പോയി താമസിക്കാനൊക്കെ നോക്കിയിട്ടൊന്നും പുള്ളിക്കാരി പോയിട്ട് പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു അറിവേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ല. പക്ഷേ കുമ്പിളിയിൽ 8ാം മൈൽ ഉണ്ടെന്നറിയാം, അവിടെയാണ് വീടെന്നും അറിയാം. പക്ഷെ ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടേ ഇല്ല പുള്ളിക്കാരനെ നേരിട്ട്. വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വരുമ്പം പിന്നെ പുള്ളിക്കാരനെ കുറ്റവും കുറവും കളിയാക്കിയുള്ള സംസാരം. എത്രയ്ക്കാണേലും ഒരാണല്ലേ. അങ്ങനെ ഒരു പ്രാവശ്യം ചേച്ചിയെ വഴക്ക് പറയുകയോ അടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ അച്ഛന് ഇച്ചിരി കുടിയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പോൾ എൻ്റെ അച്ഛൻ അടി കൊണ്ടുകൊണ്ട് പുള്ളിക്കാരി ഇവനെ കൈക്കുഞ്ഞായിരുന്നു എടുത്തുകൊണ്ട് ഓടി വന്നിച്ച് പറഞ്ഞു, അച്ഛാ എന്നെ ഇതുപോലെ എന്നെ ഇങ്ങനെ അടിച്ചോന്ന് പറഞ്ഞു. അപ്പം വൈകിട്ടായിരുന്നു. പിറ്റേ ദിവസം 2-3 എടുത്തിങ്ങനെ കൊച്ചിലെ ഈ അമ്മയെ മനീഷിന് എന്തായാലും അമ്മയുടെ കൂടെ കുറച്ച് നാളും കൂടെ മനീഷ് ജീവിക്കാൻ സാധിച്ചു. ഈ അമ്മയ്ക്കും ഈ പറഞ്ഞതുപോലെ അമ്മയുടെ ജീവിതം മാറ്റി വെച്ച് നിങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണേലും ഞങ്ങളുടെ അമ്മ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ആണേലും എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതല്ല. അവര് ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയാണ്. ഒരു ഭർത്താവിലൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീയെ അത് ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ മനീഷിൻ്റെ ജീവിതം ശരിയല്ല. മകളെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിവാഹം ചെയ്ത് മറ്റൊരു സ്ഥലത്ത് അയച്ചു കഴിഞ്ഞ് മറ്റൊരു സംസ്ഥാനത്ത് നിങ്ങൾ പോയി താമസിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഭർത്താവും കുഞ്ഞുങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ജീവിതമുണ്ട്. മനീഷിൻ്റെ ജീവിതം ശരിയായിട്ടില്ല. ആ കുട്ടി അവരുടെ ഫാമിലി പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് അയാൾ നിൽക്കുന്നു. അവരുടെ വീട്ടിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ആ അമ്മായിയമ്മയും ഒരു അത്ര സ്വഭാവം ശരിയില്ലാത്ത സ്ത്രീയാണ്. എന്ന് വെച്ചാൽ കുറച്ച് ഹാർഷായിട്ട് ഇത്തിരി ധാർഷ്ട്യമൊക്കെ ഉള്ള സ്ത്രീയാണ്. അവർ പറയുന്നതനുസരിച്ചാണ് ഭർത്താവ് കേൾക്കുന്നത്. അവരുടെ മകളുടെ ഭർത്താവും ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, എണീക്കാൻ പറഞ്ഞാൽ എണീക്കും. ആ സെറ്റപ്പിൽ നിങ്ങളുടെ അമ്മയെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറ്റുമോ? എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കൊണ്ടുവന്ന് എവിടെ താമസിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ഒരു വാടക വീട് എടുത്താലും ഒന്നി എൻ്റെ ഇവിടെ താമസിക്കണം, അല്ലെങ്കിൽ അമ്മ നിൽക്കുന്ന എവിടെന്നോ അവിടെ എനിക്ക് താമസിക്കണം. അങ്ങനെ താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മയെ ഇപ്പം പോറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ആൾ കൂടെ ഉണ്ടാവും. അയാളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റൂലല്ലോ. ഇല്ലല്ലോ. അമ്മയുടെ ആയുസിൻ്റെ പകുതി ഇനിയും കിടക്കുകയാണ്. അതൊക്കെ മതിയാക്കിയിട്ട് വന്ന് പിന്നെ ഒരു വാർദ്ധക്യകാല ജീവിതം നയിക്കാമെന്ന് പറയുന്നൊരു പ്രായമല്ല അവർക്ക്. അത് നമുക്ക് പറയാനും പറ്റില്ല. അപ്പം അങ്ങനെ ഒരാളുള്ളപ്പോൾ അയാളെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? മോനെ ഒരു 12-13 വയസ്സിൽ
അമ്മയുടെ രണ്ടാം ഭർത്താവ് ചേച്ചീനെ ഉപദ്രവിച്ചു എന്ന് പറയുന്നു. ഇപ്പം ഇനി അമ്മ ഇത് മൂന്നാമത്തെയോ നാലാമത്തെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ആ സമയത്ത് മോൻ എന്ത് വിശ്വസിച്ച് മോൻ്റെ ഭാര്യയെയും കൊച്ചിനെയുമായിട്ട് വേറെ ഒരാളുടെ കൂടെയുള്ള അമ്മയുടെ കൂടെ ജീവിക്കും? ഭാര്യയും കുട്ടികളുമായിട്ടെന്നുള്ളത് പോലും ചോദ്യചിഹ്നമായിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ ഇനി കുരി കഴിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ക്ലിയർ ചെയ്യാനായിട്ട്, അല്ലേ? അപ്പം അമ്മ എന്തായാലും എൻ്റെ അമ്മയെ ഞാൻ നോക്കും. മോനാണ്, ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ അമ്മ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമാണ്. അമ്മ എൻ്റെ കൂടെ വന്ന് നിൽക്കട്ടെ എന്നുള്ളത് ഒരു മകൻ്റെ ആഗ്രഹം. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നടക്കും? ആ മനുഷ്യരെ ഉപേക്ഷിച്ചിട്ട് അമ്മ എൻ്റെ കൂടെ വന്ന് പറയാൻ പറ്റില്ല. ആ മനുഷ്യൻ്റെ അനുവാദം വേണ്ടേ? പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇങ്ങനെ കടയിൽ സാധനം വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ പോയായിരുന്നു. അപ്പം പിന്നെ ഈ വൃശ്ചമാസത്തിലൊക്കെ കരിമ്പോലെ വാങ്ങിക്കാൻ പോകും, കന്നുള്ളപ്പം അതിന് കൊടുക്കാൻ. അപ്പം അങ്ങനെ ഇങ്ങനെ പോയ കൂട്ടത്തിൽ ആ അങ്ങേ സൈഡിൽ കൂടെ അവനിങ്ങനെ പോകുന്ന ഞാനൊരു കണ്ണാല കണ്ടു. അപ്പോഴും എൻ്റെ വിചാരമുണ്ട് അവന് സ്നേഹമായിട്ട് വന്നതായിരിക്കും,